തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ പേര് കേൾക്കുന്നു, പത്തനംതിട്ട പി.സി. ജോർജിന്റെ പേര് കേൾക്കുന്നു. പി.സി. ജോർജിന്റെയൊക്കെ അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ ശരിക്കും? അല്ല, അന്തിമമായിട്ടുള്ള ഒരു ചർച്ചകൾ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപ്പോസൽസ് പല ആളുകളും പറയും. ഇപ്പോ ഞങ്ങളുടെ മുമ്പിൽ എല്ലാ പേരുകളും പരിഗണിക്കും. ഞങ്ങളുടെ രീതി അതാണ്. അതായത് കേരളത്തിലെ ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും ആര് സജസ്റ്റ് ചെയ്താലും ആ പേരുകൾ ഞങ്ങൾ പരിഗണിക്കും. പരിഗണിച്ചതിന് ശേഷം ഞങ്ങളുടെ കോർ ഗ്രൂപ്പിലും അതുപോലെ ഇലക്ഷൻ കമ്മിറ്റിയിലും ഒക്കെ ആ പേരുകളിൽ നിന്ന് ഒരു 3 പേരുകളിലേക്ക് ഞങ്ങൾ എത്തും. അത് ഞങ്ങൾ സെൻട്രൽ പാർട്ടിയെ ഏൽപ്പിക്കും. സെൻട്രൽ പാർട്ടി ഈ പേരുകളിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളാരാണ്, അവർക്കും അതിൻ്റെതായിട്ടുള്ള മെക്കാനിസം ഉണ്ട്. കാരണം ഒരാളുടെ പ്രവർത്തനം, ഇന്റഗ്രിറ്റി, പല കാര്യങ്ങളുണ്ട്. പിന്നെ പബ്ലിക്കിൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യത, അതെല്ലാം നോക്കിയിട്ട് അവരാണ് തീരുമാനിക്കുക. അതുവരെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ ആരാണ്, ഇപ്പൊ തൃശ്ശൂരിനെ കുറിച്ച് പോലും ആരാണെന്നുള്ളത് ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ച് പറയാനോ അതല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ് അത് ഞങ്ങൾക്കില്ല. ബി.ജെ.പിക്ക് വോട്ട് ചെയ്ത ജയിക്കാത്തതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്നൊരു വിഭാഗം അവകാശപ്പെടുന്നു. രണ്ടാമതായിട്ട് പലപ്പോഴും ബി.ജെ.പിക്കാർ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപം വരുന്നുണ്ട്. പാർട്ടിയിൽ അനൈക്യം വലിയ തോതിൽ ചർച്ചയാവാറുണ്ട്. ഈ കാര്യങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? അല്ലല്ല, ഒന്നാമത്തെ കാര്യം അനൈക്യം എന്നുള്ള ചർച്ചയില്ലേ. അനൈക്യത്തിൻ്റെതായ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ബി.ജെ.പിക്കാർക്ക് വോട്ട് ചെയ്യാതിരിക്കുന്ന സാഹചര്യമില്ല. പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളെ എതിരാളികൾ ഒരുമിക്കും. പരാജയപ്പെടും എന്ന് തോന്നുമ്പോൾ ചില അനുഭാവികളും കൈവിടും. വല്ലാത്തൊരു പ്രതിഭാസമാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ അതിനെ അതിജീവിച്ചു വരികയാണ്. അനുഭാവികൾ കൈവിടുന്നത് ഇപ്പോ ഇല്ല. ക്രോസ് വോട്ടിംഗ് ആണ് ഞങ്ങളിപ്പോ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. അതിനെ മറികടക്കാൻ ആവശ്യമായ ജനപിന്തുണ ആർജിക്കുക എന്നുള്ളതാണ്. കുറുക്കുവഴികളില്ല. അതുകൊണ്ട് അതിനെ മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രചാരണത്തിലാണ് ഞങ്ങൾ മുന്നിൽ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അങ്ങയുടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 മത്സരിച്ചത് വലിയ വിവാദവും വലിയ ചർച്ചയും ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ ഉയർന്നാണ്. അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞാൽ ഇതൊന്നും വ്യക്തിനിഷ്ഠമായ തീരുമാനങ്ങളല്ല. വേണ്ടിയിരുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഏതെങ്കിലും ഒരാൾ തീരുമാനിച്ച് നടപ്പാക്കിയ കാര്യമല്ല. അതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു, അതിൻ്റെതായിട്ടുള്ള ആലോചനകളുണ്ടായിരുന്നു. അവിടെയെല്ലാം പേഴ്സണൽ അഭിപ്രായങ്ങൾക്ക് ഒരു പ്രസക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിന്റെ പേരിൽ ചർച്ചകളിലേക്ക് പോകേണ്ട കാര്യമില്ല. അത് നമ്മൾ ധാരാളം ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. നിങ്ങൾ ഉൾപ്പെടെ പറഞ്ഞത് ഇതിനെല്ലാം ഉത്തരവാദി ഏതെങ്കിലും ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ സ്ഥാനം ഇപ്പൊ പോകുമെന്ന് പറഞ്ഞ കാലം ഉണ്ടായിരുന്നല്ലോ. അതൊന്നും അല്ല പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ എന്നിപ്പോ ബോധ്യയില്ലേ. പാർട്ടിയെ സംബന്ധിച്ച് പരാജയപ്പെട്ട സ്ട്രാറ്റജി ആയാലും വിജയിക്കുന്ന സ്ട്രാറ്റജി ആയാലും അത് ഏതെങ്കിലും ഇൻഡിവിജ്വൽസ് എടുക്കുന്ന സ്ട്രാറ്റജി അല്ല, ഒരു പാർട്ടി എടുക്കുന്ന സ്ട്രാറ്റജി. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ടാവും, ചിലപ്പോ പ്ലസ് പോയിന്റ്സ് ഉണ്ട്.